ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. വളകാപ്പ് ചടങ്ങ് ഉടനെ നടത്തണമെന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. പക്ഷേ ഇങ്ങനെയൊരവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് ഇത് അച്ഛനോട് പറയുന്നത് എന്ന് അർച്ചന വിഷമത്തോടെ അനഘയോട് ചോദിക്കുകയാണ്. എല്ലാ ബന്ധുക്കളും സന്തോഷത്തോടെ ഒത്തുചേരുന്ന ചടങ്ങല്ലേ ഇത്? ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ചടങ്ങ്. പക്ഷേ അവന്തികേട്ടത്തി ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഈ സമയത്ത് ഞാൻ എങ്ങനെ ഇതൊക്കെ അച്ഛനോട് പറയുന്നത്? ഏട്ടത്തി, നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ഈ ചടങ്ങ് നടത്തണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഇത് പറയുന്നതെന്ന് അർച്ചന വിഷമത്തോടെ അനഘയോട് ചോദിക്കുമ്പോഴാണ് സച്ചി മുറിയിലേക്ക് വരുന്നത്. എടോ, എന്താണെങ്കിലും നമ്മൾ ഈ ചടങ്ങ് നടത്തിയിരിക്കും. അച്ഛനും അമ്മയും മാത്രമല്ല, ഞാനും ഈ ചടങ്ങ് നടത്താൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സച്ചിയേട്ടാ, ഈ ഒരു അവസരത്തിൽ നമ്മളെങ്ങനെ അവരോടൊക്കെ പറയുന്നതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, എടോ, എനിക്ക് ഈ ലോകത്ത് താനും നമ്മുടെ കുഞ്ഞും തന്നെയാ വലുത്. അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും നടത്തിയെടുത്തിരിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കു സച്ചേട്ടാ, നമുക്ക് എന്താണെങ്കിലും ഈ ചടങ്ങ് നടത്തണമെന്ന് സന്തോഷത്തോടെ അനഘയും പറയുന്നു. എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുക, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അനഘ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സച്ചി പറയുകയാണ്, എനിക്കറിയാടോ തൻ്റെ പ്രശ്നം എന്താണെന്ന്. അവന്തികേട്ടത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിട്ടല്ലേ തനിക്ക് ഇത്രയും വിഷമം. ഈ വീട്ടിൽ അല്ലെങ്കിൽ തന്നെയും കുറേ നെഗറ്റീവ് എനർജി ഉണ്ട്. ഇനിയിപ്പോൾ രാമായണ മാസമല്ലേ വരാൻ പോകുന്നത്. തൻ്റെ രാമായണ പാരായണം കൊണ്ട് ഈ വീട്ടിൽ നെഗറ്റീവ് എനർജി എല്ലാം തന്നെ നമുക്ക് മാറ്റിയെടുക്കണം. എന്താണെങ്കിലും ഞാൻ അച്ഛനോട് ഈ കാര്യം പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ അച്ഛൻ്റെ സമ്മതവും വാങ്ങിച്ചിരിക്കും. നമ്മൾ എന്താണെങ്കിലും ഈ ചടങ്ങ് നടത്തിയിരിക്കുമെന്നും സച്ചി പറയുമ്പോൾ സന്തോഷത്തോടെ സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് അർച്ചന. നേരം പുലർച്ചെയായിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കുളിച്ചൊരുങ്ങി പൂജാമുറിയിലേക്ക് പോകുന്ന അർച്ചനയെയാണ്. അങ്ങനെ അർച്ചന രാമായണ പാരായണം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് സന്തോഷത്തോടെ അടുക്കളയിൽ നിൽക്കുകയാണ് അനഘ. പതിവുകളൊന്നും അർച്ചനേട്ടത്തി മുടക്കുന്നില്ലെന്ന് അനഘ പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ പോകുന്നു? അതേസമയം അർച്ചനയുടെ ശബ്ദം കേട്ടുകൊണ്ട് അവന്തിക പുറത്തേക്ക് വരികയാണ്. അർച്ചനയെ ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷം അവന്തിക കാണുന്നത് സന്തോഷത്തോടെ അർച്ചനയെ നോക്കി നിൽക്കുന്ന സേതുമാധവനെയാണ്. തുടർന്ന് അവന്തിക സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇത് രാമായണ മാസത്തിന്റെ ആരംഭമാണെന്ന് അർച്ചനയുടെ നാമജപം കേട്ടപ്പോഴാ ഞാൻ ഓർത്തതേ. വീട്ടിലാകെ നാമജപം മാത്രമാകുമ്പോൾ കേൾക്കാൻ തന്നെ ഒരു കുളിർമയാണെന്ന് സേതു സന്തോഷത്തോടെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. രാമായണം കേൾക്കുമ്പോഴേ മനസ്സിനൊരു സുഖമാണെന്ന് സേതു പറഞ്ഞിട്ട് മുറിയിലേക്ക് പോകുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, സുഖമെല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. നിങ്ങൾക്കുള്ള പണിയെല്ലാം പുറകെ തന്നെ വരുന്നുമുണ്ടെന്ന് പറഞ്ഞ് അവന്തികയും മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലേക്ക് ചെല്ലുന്ന അർച്ചനയാണ്. രാമായണ പാരായണം ഗംഭീരമായിട്ടുണ്ടെന്നും കേൾക്കാൻ തന്നെ നല്ലൊരു സുഖമുണ്ടെന്നും അനഘ പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന സന്തോഷത്തോടെ സേതുമാധവനുള്ള ചായയുമായിട്ട് ഹാളിലേക്ക് പോവുകയാണ്. നാമജപം കേട്ടപ്പോഴാ ഈ വീടിന് ഒരു കുളിർമ വന്നതുപോലെയൊക്കെ ഉണ്ടെന്ന് സേതു സന്തോഷത്തോടെ അർച്ചനയോട് പറയുന്നു. അതേസമയം സച്ചിയും താഴേക്ക് വരികയാണ്. അച്ഛാ, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ മോനെ എന്ന് സേതു ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, അച്ഛാ, അർച്ചനയുടെ അച്ഛനും അമ്മയും കൂടി ഒരു സന്തോഷ വാർത്ത അച്ഛനോട് പറയാനായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യമെന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചനയുടെ വളകാപ്പ് ചടങ്ങിന്റെ കാര്യമാണെന്ന് സച്ചി പറയുന്നു. അതേസമയം ഇത് കേട്ടുകൊണ്ട് അവന്തിക മുറിയുടെ പുറത്തേക്ക് വരികയാണ്. എത്രയും വേഗം ആ ചടങ്ങ് നടത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെന്ന് സച്ചി പറയുമ്പോൾ അതിനെന്താ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നടത്താമെന്ന് സേതുവും പറയുന്നു. എന്നാ ഞാൻ വിളിച്ചു പറഞ്ഞേക്കട്ടെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതിനെന്താ, വിളിച്ചു പറഞ്ഞേക്കാനും. ജോത്സ്യരെ കൊണ്ട് നല്ലൊരു സമയം കുറിപ്പിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചടങ്ങ് നടത്താമെന്നും സേതുമാധവൻ പറയുന്നു. എടോ, താൻ തന്നെ എന്താണെങ്കിലും അച്ഛനെയും അമ്മയും വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയ്ക്ക് ഫോൺ കൊടുക്കുന്നു. തുടർന്ന് അർച്ചന കമലയെ വിളിച്ചുകൊണ്ട് സേതു ചടങ്ങിന് സംബന്ധിച്ച കാര്യം പറയുകയാണ്. മോളെ, നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ എന്ന് കമല ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അർച്ചന പറയുന്നു. എന്നാലേ ഇത് പെൺകുഞ്ഞായിരിക്കും. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, പക്ഷേ മലമുകളിലെ ആ സ്വാമി പറഞ്ഞത് ആൺകുഞ്ഞായിരിക്കുമെന്നാണല്ലോ. എന്താണെങ്കിലും നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് കമല ഫോൺ വെക്കാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും അടുത്തുള്ളൊരു നല്ല മുഹൂർത്തം തന്നെ കുറിപ്പിക്കാനായി അർച്ചന കമലയോട് പറയുന്നു. അതേസമയം സച്ചി മുറിയിലേക്ക് വരികയാണ്. തനിക്കിപ്പോൾ സന്തോഷമായോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സന്തോഷമായെന്ന് അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിന് ആഹാരം കൊടുക്കുന്ന അവന്തികയാണ്. അച്ഛൻ പഴയ കാര്യങ്ങളെല്ലാം മറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ജോത്സ്യൻ പറഞ്ഞതെല്ലാം അച്ഛൻ ഓർമ്മയില്ലേ? ദൈവത്തിന് പോലും ഇഷ്ടപ്പെടാത്ത ജന്മമാണ് അർച്ചനയുടെ വയറ്റിലെന്നല്ലേ ആ ജോത്സ്യൻ അന്ന് പറഞ്ഞത്. എല്ലാവരുടെയും മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അവർക്ക് സന്തോഷത്തിന് വേണ്ടി ഈ ചടങ്ങ് നടത്തണോ? എൻ്റെ നന്ദേട്ടൻ്റെ തന്നെ അവസ്ഥ കണ്ടില്ലേ? ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊരു ചടങ്ങ് നടത്താനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനും. പക്ഷേ അർച്ചനയ്ക്കും വീട്ടുകാർക്കുമൊക്കെ ഇപ്പോൾ ഈ ചടങ്ങ് നടത്തിയില്ലെങ്കിൽ വിഷമമാകില്ലേ എന്നൊക്കെ സേതു പറയുമ്പോൾ
അവന്തിക പറയുകയാണ്, അച്ഛൻ തന്നെ അവരോട് സംസാരിച്ച് നമ്മുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാവുക തന്നെ ചെയ്യും. എന്താണെങ്കിലും ഞാൻ അവരോട് സംസാരിച്ച് ഉചിതമായൊരു തീരുമാനം തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് സേതു എഴുന്നേറ്റ് പോകുമ്പോൾ അവന്തിക പറയുകയാണ്, അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും കിളവന്റെ തലയിലേക്ക് കയറിയിട്ടില്ല. കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തോളാമെന്ന് അവന്തിക മനസ്സിൽ പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി വളകാപ്പ് ചടങ്ങിനായി എല്ലാവരെയും, അതേസമയം സന്ദീപും അർച്ചനയും കൂടി താഴേക്ക് വരികയാണ്. ഡോക്ടറെ, ഞാൻ വളകാപ്പിനായി ക്ഷണിക്കുകയായിരുന്നെന്ന് സച്ചി പറയുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് അവരെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.